അങ്ങനെ ഞങ്ങൾ ഇന്ന് നല്ലൊരു വെതർ കണ്ടുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങുവാണ്. വളരെ നല്ല വെതറാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 26 ഡിഗ്രിയാണ്. കരിഞ്ഞു പോകുമെന്നാണ് അറിയില്ലാത്തത്. ഇന്നിപ്പം ബീച്ചിൽ ഫുൾ ആൾക്കാരായിരിക്കും. എന്നാലും ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. Hello everyone. Hello guys. ഈ ദിവസം കടല കാണാൻ പോവാ. ഞാൻ കടല് കാണാൻ പോവാ. ഞാൻ അടിച്ചു പൊളിക്കും. കടല് അടിച്ചു പൊളിക്കും. മണ്ണ് മൊത്തം വാടി ഇട്ട് മൊത്തം ബക്കറ്റ് ഇട്ട് എന്നെ ഭയങ്കര മണ്ണിതും ഇതും എന്നെ ഞാൻ മമ്മി കൊണ്ടുപോയി. ഈ മരത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പുറകുഭാഗം വെള്ള നിറവും ഫ്രണ്ട് ഭാഗം പച്ച നിറവും. പക്ഷെ ഇത് ഇങ്ങനെ നിരത്ത് നമ്മള് വരുന്ന വഴിക്ക് കുറെ ഉണ്ടായിരുന്നു ഈ മരം. ബീച്ചുകൾ പലതുണ്ട് യു കെയിൽ. സാൻഡി ബീച്ച് ഉണ്ട്, പെബിൾ ബീച്ച് ഉണ്ട്, പിന്നെ രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളതുണ്ട്. നമ്മൾ ഒരു യാത്ര സെലക്ട് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും സാൻഡി ബീച്ചാണ് സെലക്ട് ചെയ്യേണ്ടത്. കാരണം കുട്ടികൾക്ക് ഓടി നടക്കാനും അവർക്ക് ഈ മണലിൽ കളിക്കാനും പിന്നെ നമുക്കാണെങ്കിലും ഒരു ടെൻറ്റൊക്കെ കെട്ടി അല്ലെങ്കിൽ ഒരു മാറ്റൊക്കെ ഇട്ടിട്ട് പോയി ഇരിക്കാനും കിടക്കാനും ഒരു പിക്നിക്കായിട്ട് ഫുഡൊക്കെ വെച്ചിട്ട് കഴിക്കാനൊക്കെ ആയിട്ട് പെബിൾസിനേക്കാളും നല്ലത് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് സാൻഡി ബീച്ചാണ്. അതായത് പെബിൾസിലൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളതല്ല, പെബിൾസിലും ചെയ്യാം. പക്ഷേ യു കെക്കകത്ത് സാധാരണ കൂടുതലായിട്ടും യുകെയുടെ കടൽത്തീരങ്ങളിൽ കണ്ടുവരുന്നത് ഈ ഉരുളൻ കല്ലുകളാണ്. പെബിൾ എന്ന് പറയുന്നത് ഉരുളൻ കല്ലുകളാണ് സാധാരണ ഉള്ളത്. അതായത് ഞങ്ങളിപ്പോൾ ഈ പോകുന്ന ബീച്ചിൽ തൊട്ട് അപ്പുറത്തെ തീരം നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഉരുളൻ കല്ലുകളാണ് മെയിനായിട്ട്. വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെയിൽ എല്ലാ മാസങ്ങളിലും നമുക്ക് ഈ കടൽ കാണാൻ പോകാൻ പറ്റത്തില്ല. ഭയങ്കര തണുപ്പാണ്. ഈവൻ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തോന്നും ഓക്കെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ചൂടായിരിക്കും, പക്ഷെ വെള്ളത്തിനും ഭയങ്കര തണുപ്പായിരിക്കും. ആ സമയത്തേക്കും കാലാവസ്ഥ പെട്ടെന്നായിരിക്കും മാറാം. അത് അതിൻ്റെ വേറെ പ്രത്യേകത പറഞ്ഞാൽ ഈ കടലിൻ്റെ ഇത്രയും വലിയ വെള്ളത്തെ ചൂടാക്കാൻ മാത്രമുള്ള കഴിവ് ഇവിടുത്തെ ചൂടിനില്ല. നാട്ടിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കുക, കാരണം നാട്ടിൽ ഫുൾ ടൈം ചൂട് വെള്ളത്തിനകത്താണ് കടൽ തീരം എന്ന് പറയുന്നത്. നാട്ടിൽ പിന്നെ എപ്പോൾ പോയാലും നമുക്ക് കടൽ വലിയ എക്സ്പീരിയൻസ് ആണ്. ഇവിടെ പല പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ട്, ഇറങ്ങിയിട്ട് തണുത്ത് വിറച്ച് ഞങ്ങൾ കയറി പോന്നിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അത്രയും നല്ല വെതർ ആയതുകൊണ്ട് കടലിനകത്തും അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. അതുപോലെ ഈ ബീച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങറ്റം വരെ ഇറങ്ങിപ്പോവാം. എന്നാലും നമ്മുടെ അരക്കോ അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റിന്റെ അത്രയും മാത്രമേ വെള്ളം ഉണ്ടാവത്തുള്ളൂ. ഞങ്ങൾ അങ്ങറ്റം വരെ പോയി. പിന്നെ അതായത് ഒരു കിലോമീറ്റർ മുകളിൽ പോലെ 1 കിലോമീറ്റർ മുകളിൽ. അതായത് ഇത് മൊത്തം മണൽ തിട്ടകളാണ്. അതാണ് ഈ വെസ്റ്റിന്റെ വെസ്റ്റ് വിട്ടറിംഗ് തന്നെ ബീച്ചിന്റെ പ്രത്യേകത. മണൽ തിട്ടയാണ്. അപ്പോൾ വേലിയിറക്കത്തിനകത്ത് ഇത് മൊത്തം വെള്ളം മൊത്തം അങ്ങ് ഇറങ്ങിപ്പോയി കഴിച്ച് ഇങ്ങനെ മണൽത്തിട്ടകൾ ഇങ്ങനെ കണ്ണെത്താ ദൂരത്തോളം കിടക്കുക. നമ്മളിങ്ങനെ നടന്നിറങ്ങി പോവാണ്. പിള്ളേരെയൊക്കെ എങ്ങനെ വേണമെങ്കിലും വിടാം, ഒരു കുഴപ്പമില്ല. ഒരു ട്രാപ്പോ അല്ലെങ്കിൽ പെട്ടെന്ന് തിര കയറി വരുമോ അങ്ങനത്തെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാത്തൊരു സ്ഥലം. ലൈഫ് ഗാർഡുകൾ, സ്കൂട്ടറുകൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കണ്ട ഇറങ്ങാനായിട്ട്. അങ്ങനെ ഒന്നും സംഭവിക്കത്തുമില്ല. പിന്നെ ആൾത്തിരക്ക് ഭയങ്കരമാണ്. നല്ലൊരു കാലാവസ്ഥയും കൂടെ ആണെങ്കിൽ പിന്നെ നോക്കാനേ പറയാനില്ല, അത്ര ആൾക്കാരായിരിക്കും. അതിന് കാരണം പലതാണ്. ഇത് പറയുമ്പോൾ എല്ലാം പറയണം. ഇത് ഒരു പ്രൈവറ്റ് ബീച്ചാണ്, അതോടെ പറയണം. അല്ല ചുമ്മാ നമ്മുടെ ബ്രൈറ്റണ് പോകുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ ഈസ്റ്റ് സസെക്സിൽ എവിടെയും പോകുന്ന അല്ലെങ്കിൽ ഡോർസെറ്റിൽ പോകുന്ന പോലത്തെ ഒരു ഓപ്പൺ ബീച്ച് അല്ല ഇത്. ഇതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു എസ്റ്റേറ്റിൻ്റെ കീഴിൽ കിടക്കുന്ന ഒരു ബീച്ചാണ്. അപ്പം അവർ മെയിനായിട്ട് കൊടുത്തിരുന്ന വലിയ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര അതിഭീകര പാർക്കിങ്. ഇപ്പോൾ ഈ ഡ്രോൺ ഷോട്ടുകൾക്കകത്ത് കാണാൻ പറ്റും.
ഭയങ്കര വിശാലമായ പാർക്കിംഗ് കിടക്കുന്നു. അത് എത്ര വണ്ടി വന്നാലും കയറി കിടക്കാൻ പറ്റുന്ന പരുവത്തിൽ ഈ പാർക്കിംഗ് ഉണ്ടാക്കി ഇട്ടിരിക്കുകയാണ്. ഇപ്പം ഇത് പറയാൻ കാര്യം, ഇപ്പോൾ സാധാരണ ഉള്ള ബീച്ചുകളിൽ ബ്രൈറ്റണൊക്കെ ഫേമസ് ആയിട്ടുള്ള ബീച്ചുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മളിത് ഈ കടൽ തീരത്തോടെ പാർക്കിംഗ് തപ്പി നടക്കണം. പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടാണ്. മണിക്കൂറുകൾ പാർക്കിംഗ് തപ്പേരുള്ളൂ, എവിടെയെങ്കിലും വണ്ടി ഇത് കയറ്റിടാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ കഴിക്കാനാണെങ്കിൽ ആ കടൽ തീരത്ത് നിന്ന് ഇറങ്ങി റോഡിൻ്റെ തീരത്ത് വന്നാലേ ഉള്ളൂ അല്ലെ കഴിക്കാൻ വാങ്ങിക്കാൻ കിട്ടത്തുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം അതിനടുത്ത് തന്നെയുണ്ട്. ആ ഒരു ലൊക്കാലിറ്റിക്ക് തൊട്ടടുത്ത് തന്നെ എല്ലാ സാധനവും ഉണ്ട്. പിന്നെ ഫുഡും ടോയ്ലറ്റും ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് തന്നെ ഫിഷ് ആൻഡ് ചിപ്സിന്റെ ഒരു കടയുണ്ട്, ഐസ്ക്രീംസ് ഒക്കെ ഉണ്ട്, കുറേ കടകളുണ്ട്, ഐസ്ക്രീമും ഉണ്ട്, എല്ലാം ഉണ്ട്, കുറേ കടകളുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് സുഖമാണ്. ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്, നമുക്ക് ഡ്രസ്സ് മാറാനും കാര്യങ്ങളൊക്കെ സൗകര്യമുണ്ട്. അതുപോലെ വേറൊരു ഫെസിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡ്രോൺ ഷോട്ടിൽ കാണാൻ പറ്റും. ഒരു ചെറിയ ഒരു വീട്, ഒരു ഹട്ട്, ബീച്ച് ഹട്ടാണ്. നമുക്ക് സാധനങ്ങൾ ഇവിടെ ലോക്ക് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യാം. ഇപ്പം ബാർബിക്യൂ ഉണ്ടാക്കുന്നവർക്ക് അത് ചെയ്യാം. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അതിനകത്ത് ചെയ്യാം. പിന്നെ ഞങ്ങൾ കണ്ടത് അവിടെ സർഫിങ്ങും പിന്നെ പിള്ളേരുടെ പല പല സ്പോർട്സും പറ്റും. സർഫിങ്, സ്കൂട്ടറിങ്, അങ്ങനത്തെ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ആൾക്കാർ കൊണ്ടുവന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷെ നെക്സ്റ്റ് ടൈം ഞങ്ങൾ കുറച്ചുകൂടെ പ്ലാൻ ചെയ്ത് പോകാൻ ഓർത്തിരിക്കുന്നു. പിന്നെ വീടുകളൊന്നും അടുത്തില്ല, അതാണ് വേറൊരു ഗുണം. അതായത് താമസ സൗകര്യങ്ങളൊന്നും ഇതിനടുത്തില്ല. ഇത് ഈ ഒരു ബീച്ചായിട്ട് മാത്രം സൂക്ഷിക്കുന്ന ഏരിയയാണ്. താമസ സൗകര്യങ്ങളോ ബിസിനസ്സുകളോ ഒന്നും ഈ ബീച്ചിനോട് ബന്ധപ്പെട്ടില്ല. നമുക്കിതൊരു പ്രോപ്പർ ബീച്ച് മാത്രമാണിത്. ഞങ്ങളങ്ങനെ കടലിൽ പോയി, കടലിൽ നീന്തി, മമ്മി ഇറങ്ങി, പിള്ളേരെ ഇറങ്ങി, ഞങ്ങളെല്ലാവരും ഇറങ്ങി. പ്രശ്നം എന്താ വെച്ചാൽ അവിടെ വീഡിയോ എടുക്കാൻ ഞാൻ എൻ്റെ മൊബൈലിൽ കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്. ചെറിയ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഫെലിക്സിന് വീഡിയോ എടുക്കാനൊരു പേടി. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കടയിൽ കയറി ഡ്രസ്സൊക്കെ മാറി ഇരുന്നിട്ട് ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് സംസാരിക്കണേ. വലിയ തിരകളോ വലിയ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇച്ചിരി തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന്, പക്ഷേ അതൊക്കെ മാനേജ് ചെയ്യാവുന്നേ ഉണ്ടായിരുന്നു. കാണാൻ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. നല്ല തണുപ്പാണ്. പക്ഷേ വെള്ളത്തിന് എനിക്ക് കൊച്ചുങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയതുകൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. സമാധാനമില്ലായിരുന്നു. അല്ല, മമ്മി ഒരു പ്രാവശ്യം ഞാനും ഫെലിക്സും കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി പിള്ളേരെ മമ്മീനെ ഏൽപ്പിച്ചിട്ട്. മമ്മി ഇരുന്ന് ചിന്തിക്കുക, ദൈവമേ അവരെ കാണാനില്ലല്ലോ, അവർ തിരിച്ചു വരത്തില്ലേ, ഞാൻ എങ്ങനെ ഈ പിള്ളേരെ നോക്കും, അതും കുസൃതി പിള്ളേർ, എന്നെ ആരും നോക്കും, ഞാൻ ഈ പിള്ളേരെ എങ്ങനെ നോക്കും എന്നും പറഞ്ഞ് ആദ്യം പിടിച്ചിരിപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ടെൻ്റൊക്കെ കൊണ്ടുപോയി. ടെൻ്റൊക്കെ അടിച്ച് ആദ്യമായിട്ടാണ് ടെൻറ്റിൽ കയറിയിരിക്കുന്നത്. We rolled around in the sand and we got all dirty. But we didn't go that far as I was hoping to in the water. But it was really fun. I got with my mom right here wearing glasses. അറിയാടി ഇതിൻ്റെ മോം ആരാണെന്ന്. അതല്ലേ ചോദിച്ചത്. How do you feel? This is easily accessible and you enjoy everything? Is it painful to walk? It's not painful to walk. Because it's just sand, yeah? No, it's just soft sand. Yeah, soft sand. Do you want to come again? Yes. അപ്പം ഇനിയും കാണുമ്പോഴേക്കും വണക്കം. ഇതിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയതിൻ്റെ നിട്ടുന്നേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. കൂടുതൽ നിങ്ങൾ കമൻറ്റുകളിൽ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഇടാൻ വേണ്ടി അതൊരു പ്രചോദനമായിരിക്കും. ഓ എനിക്ക് വയ്യ. താങ്ക് യു. ബൈ. ഓക്കെ, ബൈ.